വിവാഹം കഴിക്കാതെ ജോലി ഉപേക്ഷിച്ച് അവിവാഹിതരായ സഹോദരിമാർക്ക് വേണ്ടി ജീവിതം നീക്കിവെച്ചയാളാണ് കോഴിക്കോട് തടമ്പാട്ടുതാഴത്തെ പ്രമോദ്. എന്നാൽ സഹോദരിമാർക്ക് പ്രായമായതോടെ അവർ അയാൾക്കൊരു ബാധ്യതയായി. അവരെ നോക്കാൻ ഇനി വയ്യെന്നും മടുത്തെന്നും പ്രമോദ് നാട്ടുകാരോട് പലപ്പോഴും പറഞ്ഞതാണ്. ഒടുവിൽ അയാൾ സ്വന്തം സഹോദരിമാരെ കൊലപ്പെടുത്തുകയും ചെയ്തു. വയോധികരായ സഹോദരിമാരെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രമോദിനെ കണ്ടെത്താൻ പോലീസ് പലയിടത്തും തെരച്ചിൽ നടത്തിയിരുന്നു. അതിനിടെ അയാളെ തലശ്ശേരി കുയ്യാലിപ്പുഴയുടെ തീരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തെന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് നഗരത്തിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന 76-കാരി ശ്രീജയ, 66 വയസ്സുള്ള പുഷ്പലളിത എന്നിവരെ കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ട നിലയിൽ വെള്ളിയാഴ്ചയാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് തടമ്പാട്ടുതാഴം ഫ്ലോറിക്കൽ റോഡിലെ വാടക വീട്ടിൽ എം ശ്രീജയെയും പുഷ്പലളിതയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 മുറികളിലായി വെള്ളത്തുണി പുതപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കിടന്നത്. മരിച്ച വയോധികർക്കൊപ്പം കഴിഞ്ഞ 3 വർഷങ്ങളായി താമസിച്ചു വരികയായിരുന്നു സഹോദരനായ പ്രമോദ്. സഹോദരിമാരിൽ ഒരാൾ മരിച്ചെന്ന് ഇയാൾ അടുത്ത ബന്ധുവിനെയും സുഹൃത്തിനെയും ഫോൺ വിളിച്ചറിയിച്ചിരുന്നു. ഇവർ വീട്ടിലെത്തിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പ്രമോദിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് സഹോദരികളുടേത് കൊലപാതകമെന്ന് കണ്ടെത്തിയത്. കഴുത്ത് ഞെരിച്ചാണ് ഇരുവരെയും കൊലപ്പെടുത്തിയത്. മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പ്രമോദിന്റെ അവസാന ടവർ ലൊക്കേഷൻ ഫാറൂഖ് പാലത്തിന് സമീപമായിരുന്നു. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് മൃതദേഹം തലശ്ശേരിയിൽ കണ്ടെത്തിയത്. മരിച്ച 2 സഹോദരിമാരും ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരുന്നു. പ്രമോദിനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശ്രീജയ കോവിഡിന് ശേഷം പൂർണ്ണമായി തളർന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. 3 പേരും അവിവാഹിതരായിരുന്നു. ശ്രീജയ ആരോഗ്യ വകുപ്പിൽ നിന്ന് വിരമിച്ചതാണ്. ഇവരുടെ പെൻഷനിലാണ് 3 പേരും ജീവിച്ചിരുന്നത്. പ്രമോദ് ഇലക്ട്രിക്കൽ ജോലികൾക്ക് പുറമെ ലോട്ടറി വിൽപ്പനയും നടത്തിയിരുന്നുവെങ്കിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിരുന്നതെന്ന് അയൽവാസികൾ മൊഴി നൽകി. രോഗബാധിതരായ സഹോദരിമാരെ സംരക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടാവാം പ്രമോദ് കൊലപാതകങ്ങൾ ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇരുവരെയും നോക്കാൻ മറ്റാരുമില്ലെന്ന് പ്രമോദ് അയൽവാസികളോട് പറഞ്ഞിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ സഹോദരിമാർ എന്തു ചെയ്യുമെന്ന ചിന്തയും കടുംകൈ ചെയ്യാൻ പ്രമോദിനെ പ്രേരിപ്പിച്ചതായാണ് സൂചന. ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായി പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്.